everyone, welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie Arm, and in this movie you will see Tobino Thomas in the lead role. And guys, जो previous video था उसमें आपको और एक look देखने को मिलता है और एक character देखने को मिलता है Tobino Thomas का, and I think he is playing a triple role in this movie. And let's see अभी आगे कहानी में क्या कुछ देखने को मिलता है, and this is going to be the pre-interval scene. So let's check out the video for that. अगर आप लोग चैनल पे नए हैं then just subscribe कर लो, do subscribe and keep supporting me, and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. Stop! എന്റെ പൊന്നജയ ആംപ്ലിഫയർ ഒന്ന് ശരിയാക്കി തരാം. എത്ര കാലേ പറയുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. നീ പോവല്ലേ, നീ ഇപ്പൊ പോയ അടുത്ത ഉത്സവത്തിനെ കാണുള്ളൂ. റിമാൻഡ് ഒന്നും ചെയ്തില്ലേ? പോലീസിന്റെ കയ്യിൽ നല്ല കണക്കിന് കിട്ടിയതാ കേട്ടെ. കള്ളന്റെ സൗകര്യക്കേട് കൊണ്ട് നാട്ടുകാർക്കിടെ ജീവിക്കാൻ പറ്റണ്ടായി. ഗണപതി കല്യാണം പോലെ ആയിക്കൂടാ കേട്ടാ. ഇന്നാച്ചാ കണ്ട കിട്ടൂല. സ്വാമിയേ अब ये कौन है? ശരണമയ്യപ്പ. वासिल जोसेफ, बहुत ही डिफरेंट काइंड ऑफ लुक है. आई थिंक സുരേഷ് അജയ എങ്ങനെയായിരുന്നു നീ? फनी का സമയം കിട്ടിയില്ല എം വി അജയ. മംഗലാപുരം, ഉടുപ്പി, കൊല്ലൂർ, ധർമ്മസ്ഥല, മുരുടേശ്വരം, ഗോകർണം, തുളു, മണാലി എന്നിങ്ങനെ പോവാൻ ഇനി വടക്കിനി അമ്പലങ്ങളൊന്നും ഇല്ല. ഇനി ഒരു തിരിച്ചുവരവില്ലാന്ന് വിചാരിച്ചാ അത്രയ്ക്ക് നോവിച്ചിരുന്നു ഈ പിഞ്ചു ഹൃദയം. അകത്ത് പോയി പാത്രം കഴുകി വെക്കടാ. ഇല്ല, നിങ്ങൾ ഒടുക്കത്തെ ചെമ്പും വെച്ചാലും കഴിക്കുന്ന അച്ഛല് വെള്ളമായിട്ടാണ് ഞാൻ ഈ നാട് വിട്ടു പോയത്. അച്ഛന്മാരായ മക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാ വാടാ, ബഹുമാനം പഠിപ്പിച്ച് തരാടാ. Oh my god. ये फादर एंड सन इस तरह से क्यों फाइट कर रहे हैं पता नहीं. ഈയിടെ ഞാനൊരു ചായക്കട തുടങ്ങാൻ പോകും. टी स्टॉल ओपन സ്വന്തം करना चाहते हैं. കസ്റ്റമേഴ്സിനോടും പണിക്കാരോടും എങ്ങനെ പെരുമാറണമെന്ന് അച്ഛൻ ഈടുന്ന് കണ്ടുപിടിക്കാം. ചന്തസാരങ്ങൾ കഴിഞ്ഞോട്ടാ. വീഡിയോക്ക് നിങ്ങളെ പേരനല്ലോ. അപ്പൊ എല്ലാം തീരുമാനിച്ച പോലെ ഉത്സവം ഉഷാറാക്കുന്നു. സുരേഷിന്റെ ഈ ചായ കുടിച്ചതിന് ശേഷം എല്ലാവർക്കും പിരിയാം പോരെ? അല്ല, അജയന്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ? അതിലെന്ത് തീരുമാനം? വിളക്ക് കേട്ടവന്റെ കുടുംബക്കാരെ കാവൽ കയറ്റാൻ കമ്മിറ്റി തീരുമാനിച്ച പിന്നെ നാട്ടുകാരും ഉത്സവത്തിനുണ്ടാവില്ല, അത് ഉറപ്പാ. അപ്പൊ കളരി കയറ്റുന്നോ? കളരി വേറെ കാവ് വേറെ കേട്ടോ. അപ്പോ അതന്നെ തീരുമാനം. ഈനകത്താന്ന് ചീയോതി വിളക്കുള്ളത്. കൊല്ലത്തിൽ ഒരിക്കൽ നട തുറക്കും. വിളക്കിന്റെ ഫോട്ടോ അന്ന് എടുക്ക. നട തുറക്കലിന്റെ തലേന്നാണ് അങ്കത്തല്ല്. കളരിത്തറയില് അതിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഇത്രക്ക് എക്സ്ട്രോണറി ആണോ അതിനകത്ത് വിളക്ക്? കോവിലകത്തെ പഴയ ഡോക്യുമെന്റ്സിൽ ഈ വിളക്കിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ റീസെന്റ് ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് ഈ വിളക്കിനെ കുറിച്ച് അറിഞ്ഞ ഒരു ടീം എന്നെ വന്ന് കണ്ടിരുന്നു. അടുത്ത മാസം ലണ്ടനിൽ വെച്ച് ഒരു ഓപ്ഷൻ ഉണ്ട്. अभी चोरी करने आया है ഞാൻ क्या? അവർക്ക് കൈ കൊടുത്തു. ഇതിന്റെ ഉള്ളിലുള്ള വിളക്ക് ഒരു മൂല്യമിടാൻ പറ്റാത്ത ഹിഡൻ ട്രഷറാ. ഇറ്റ്സ് ഇൻവാല്യുബിൾ. എന്തിനെയായാലും ഞാനും ആ വിളക്കിന് അവകാശിയാണല്ലോ. എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും ഞാൻ ആ വിളക്ക് എടുത്തിരിക്കും. देख लिए होंगे शायद. आई थिंक ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചെക്കൻ അജയൻ. What happened?
ഷൂസ് അയച്ചിട്ട് ഷൂട്ടിക്കോ. ഓഹോ ശരി. സോക്സ് ഉണ്ടല്ലോ. സോക്സ് ഇടാം. ഈ പ്രകാശനാണ് നമ്മ കൊണ്ടിട്ട് ഇപ്രാവശ്യം അങ്കത്തലിന് കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രകാശൻ തന്നെയായിരുന്നു ഇഞ്ചോടിഞ്ച് തല്ലിയിട്ടാ തോറ്റത്. ഇപ്രാവശ്യം പ്രകാശൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്. Really? ആ മത്സരത്തിന് അത്രയൊക്കെ വാശിയുണ്ടാവോ? പിന്നെ നല്ല വാശി ഉണ്ടാവും. ഇടയ്ക്കലും നമ്മയും തമ്മിലുള്ള അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ ഇത്. പിന്നെ ഈ അടി കാണലാണ് നമ്മുടെ നാട്ടുകാരുടെ പ്രധാന വിനോദം. ഇത്തവണ ഇടയ്ക്കലിന് വേണ്ടി തല്ലു പിടിക്കാൻ വരുന്ന ആരാന്നറിയോ? കാവുമ്പായി സുധാകരൻ. അയാൾക്ക് അറിയാൻ കഴിയാത്ത കെട്ടുമറിച്ചിലുകൾ ഒന്നും ഇല്ലാതാ കേട്ടത്. നല്ല നാടൻ തല്ല്, കരാട്ടെ, ലൂഡോ. ലൂഡോ അല്ല, ജൂഡോ. ചെറിയൊരു തിരക്കുണ്ട്. അപ്പോ നിങ്ങളെ പരിപാടി കിടക്കട്ടെ. ഉച്ചയ്ക്ക് ഊണ് വീട്ടുന്ന ശരി. വൈകിട്ട് ചായ അട. ഫെലിക്സ്. യെസ്. Why is he taking that guy photo? Magnificent century from Sachin Tendulkar. എന്ത് കളിയാണ്. ഐ ലവ് ഫുട്ബോൾ. ഏത് സച്ചിൻ സ്കോർഡ് സെഞ്ചുറി മാൻ. സൂപ്പർ. He'll make many more records. ഈടെ ആരും ഇത് കാണലൊന്നുമില്ല. പിന്നെ ലക്ഷ്മി കാണും. ഈ കൊട വെച്ചത് തന്നെ ഇവള് പറഞ്ഞിട്ടാ. അല്ല SI എന്തു പറഞ്ഞിട്ടാ എംബിയാജനെ വിട്ടത്? SI സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിട്ടിട്ടുണ്ട്. എപ്പോ വിളിച്ചാലും പോണ്ടി വരും. ആ ചന്ദ്രൻ ശരിക്ക് വിറപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതല്ലേ പേടിയുടെ കാര്യം ചോദിക്കേവി. ഞാൻ നോക്കാം. സിഗ്നൽ പോയിട്ടുണ്ടാവും. I think इसको कुछ पता है या कुछ करने वाला है. എങ്ങനെ വന്നു? वाह. എനക്കെങ്ങനെ इस तरह से ये सिग्नल दिया एंड ये आगे. ഞാൻ തമാശക്ക് വിളിച്ചാട്ടോ. यार बुरा लग गया. മേത്തെല്ലാം വേർപ്പും ചളിയോ? Oh, ഇത് മേത്ത് പറ്റാവുന്നു. I don't care. ആയിക്കോട്ടെ. ഒരു മിനിറ്റ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കട്ടെ. ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരുന്നു. എനക്കറിയായിരുന്നു വരുമെന്ന്. ഇപ്പൊ ശരിയായോ? ഇപ്പോഴോ? ഇപ്പൊ ശരിയായി. അങ്ങനെ തന്നെ നിന്നോ. കുറച്ചേരം അങ്ങനെ തന്നെ ശരിയാവും. എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചേ? പാരമ്പര്യ വൈദ്യം എന്നെല്ലാം പറയുന്ന പോലെ പാരമ്പര്യ കള്ളൻ. മണിയന്റെ പാരമ്പര്യം അത്ര മോശമൊന്നുമല്ല. എത്ര കഥകൾ കേട്ടിട്ടുണ്ട്. കഥയല്ലാട്ടോ ജീവിതം. എനക്കാ പാരമ്പര്യം ഒരു സൂര്യക്കേടാ. അനുഭവിക്കുന്നത് അമ്മയൊന്നുമല്ല. ഞാൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞല്ലേ. പോട്ടെ. Oh God. ഇനിയിപ്പോ अभी कौन आ गया? फिर पकड़ा ना जाए. ഇന്നത്തേക്കല്ല നിന്ന്. ഇപ്പൊ അത്ര ആലോചിച്ചാ മതി. മോളെ ഇതൊക്കെ ആ കുട്ടപ്പൻ നോക്കൂലേ? എന്നാലും വീട്ടിൽ വരുന്നവരുടെ താല്പര്യം നോക്കി പെരുമാറുന്നത് തറവാടിത്തത്തിന്റെ ഗുണ. Oh. മോള് വാ. ये भी गायब हो. माय गॉड. എത്ര ദിവസമായി ഒന്ന് ഇരുന്ന് മൂത്രം വെച്ചിട്ട്. ആ അമ്മ. കള്ളൻ! അയ്യോ കള്ളൻ! അയ്യോ നാട്ടുകാരെ കള്ളൻ! കള്ളൻ! ഓടി വരണേ! നമ്പേരെ കള്ളൻ! കള്ളൻ! അയ്യോ! 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 കള്ളൻ നമ്പിയാ. चोर के पीछे चोर एंड उसके पीछे सारे लोग. Oh my God. अब ये ना पकड़ा जाए.
ആരാടാ തോത്തില്? പശുവിനെ കൂടാതെ ആരാടാ തോത്തില്? നിന്താ എവിടാ? ഞാൻ വീട്ടിലേക്ക്. ओह शिट यार, मतलब कुछ रीजन नहीं देते हैं, ऐसे ही इसको ले जाते हैं. നമ്പ്യാരുടെ വീട്ടിൽ കയറി നീ എന്നെ ഇപ്പൊ സമ്മതിച്ചോ? ഇല്ലെങ്കിൽ നിന്നെ ചെമ്പിയാൻ ചവിട്ടി പിടിക്കും. ഞാൻ അല്ലാതെ പറഞ്ഞു. പിന്നെ നിന്റെ അച്ഛൻ കള്ളത്തിന്റെ മണിയനാ. ഇതുവരെ പെട്ടത് മുഴുവൻ നീയാന്ന് ഞാൻ തെളിയിക്കും. ഇല്ലെങ്കിൽ പിന്നെ പോലീസുകാരാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്റെ മുമ്പ് നിന്ന് കഷ്ടി രക്ഷപ്പെട്ടതാ. എന്നിട്ട് അയ്യുവാൻ കളിക്കാൻ നീ വരട്ടോ. നാളെ എസ് ഐ വന്നിട്ട് തീരുമാനിക്കാലോ. ഞാനല്ല സാറേ. പിന്നെ മണിയും തൂക്കി കക്കാൻ നടന്നിട്ട് നോടിയുന്ന നായി. നീ എന്തിനാ നോക്കി മേടിപ്പിക്കുന്നത് എന്നെ? ചന്ദ്ര जब क्या किए पुलिस वाले पर हाथ उठा दिए एंड फिंगर से ऐसे कुछ किए. ओह माय गॉड, सडनली सब कुछ हो गया. एक सेकंड में क्या कुछ कर दी वो. अब ये कौन है? एसआई. एक फनी टाइप का ऐसा ही लग रहा है मुझे. आई थिंक इनको मैं किसी मूवी में देखी हूँ. आई डोंट रिमेम्बर एग्जैक्टली बट കാവിലെ ഉത്സവത്തിന് ക്ഷണം തരാൻ വന്നതാന്ന്. ഉള്ളില് കേസ് എടുക്കുമല്ലോ അല്ലേ? ഇല്ല, സദ്യ ഉണ്ടോ? പിന്നില്ലേ? എന്നാ വരും. ശാപ്പാട് വീരനാന്ന് തോന്നുന്നു. എടാ, ചന്ദ്രൻ ഇന്നലെ രാത്രി എന്താ പറ്റിയേ? ഈ ചന്ദ്രന് കുറച്ച് ആവേശം കൂടുതലാണ് സാറേ. मसल फूल. ചെറിയ മസിൽ പുള്ളെന്നാ ഡോക്ടർ പറഞ്ഞേ. വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല സാറേ. മറ്റവന്റെ കാര്യം എന്തായി? എല്ലാവർക്കും സംശയമുള്ളൂ സാറേ. പക്ഷെ അജയനാണെന്ന് ഉറപ്പിച്ചു പറയാൻ അവർക്കും പറ്റുന്നില്ല. ഒരാളെ സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ പിടിച്ചിടുന്നത് आई थिंक ये अच्छा है. थोड़ा समझता है. ഹലോ, പോലീസ് സ്റ്റേഷൻ. ചാത്തൂട്ടി അമ്പേരാ സാറേ. ആ സാറേ, എന്തായി കാര്യങ്ങള്? തെളിവ് കിട്ടിയാലും അറസ്റ്റ് ചെയ്യാത്ത? തെളിവ് കിട്ടിയെന്ന് എന്നോട് ആരാ പറഞ്ഞേ? ആ ചെക്കന്റെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. പറ്റൂലെങ്കിൽ പറ. നിങ്ങളെ മോളിൽ നിയമമുണ്ട്. Yes. മേളും താഴേക്ക് നിയമം ഒരുപോലെ. അത് നോക്കാനാ ഞങ്ങൾ ഇവിടെ ഇരിക്കണേ. നിയമത്തെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കണ്ട. നീലേത്താരെ കുറിച്ച്. ഇയാളി ചന്ദ്രന്റെ ആരാ? ഒരു ബന്ധുവാണ് സാറേ. അവര് കുടുംബക്കാര് മണിയന്റെ കാര്യത്തിൽ പണ്ടേ തുടങ്ങിയ കുഴപ്പാ. ഈ പുല്ല കള്ളനും മണിയടിച്ച് തന്നെ സാറേ കക്കാൻ നടക്കുന്നത്. അവരോടേക്ക് വരാൻ പറ. എടാ, എന്നെ സാറ് വിളിക്കുന്ന. എസ് ഐ വിളിപ്പിച്ചിട്ടാ? ആ, തനിക്ക് എന്തിനാടോ ഈ ഹാം റേഡിയോ? ഹാമിൽ എനിക്ക് കുറച്ച് ചങ്ങായിമാരുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ഹാജരാക്കാം. അജയ, ഞങ്ങളെ സംബന്ധിച്ച് താനാണ് ഇതിലെ പ്രൈം സസ്പെക്ട്. അത് മറക്കണ്ട. PSC റാങ്ക് ലിസ്റ്റിലുണ്ടെന്നല്ലേ പറഞ്ഞു. ഇനി വല്ല പ്രശ്നം ഉണ്ടായാ അത് തന്നെ നല്ലതിനായിരിക്കില്ല. ഇപ്പൊ പോയി. അങ്ങനെ എന്നെ മറയാക്കി കക്കുന്നൊരു കള്ളനുണ്ടെങ്കിൽ ഓനെ പിടിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ സാറേ? അപ്പൊ പിന്നെ ഞങ്ങളെന്തിനാ? അജയൻ ചെല്ല്. പോടോ. इनको थोड़ा भी डाउट हुआ शायद. ഓന്റെ ഒരു പാന്റ് ഇൻസൈഡും പോലീസുകാർക്ക് നമ്മ നിയമം പറഞ്ഞു. ഒരു ചെറിയ ഭവനഭേദനെങ്കിലും ചാർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാല് വെറുതെ മൂപ്പിക്കാൻ നിൽക്കല്ല. ആ ഹോട്ടലിലെങ്ങാനും പോയി ഇരിക്കാൻ നോക്ക്. സ്കൂള് ഭാഷ അവണ്ടവനെയൊക്കെ പിടിച്ച് പോലീസുകാരനായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓരോ കളഞ്ഞ നമ്മളായി കിട്ടും. बार बार बोल रहे हैं. तो गाइस, ये था आज का सीन एंड यहाँ आपको देखने को मिलेगा कि किस तरह से मतलब वो कुछ नहीं किए हैं, स्टिल पुलिस वाले इसको ले गए एंड बिकॉज ऑफ हिज फैमिली हिस्ट्री उसको ही हर वक्त ब्लेम करते हैं कि ये उसका फैमिली में चोर है तो ये बेटा भी चोरी होगा. लाइक इस तरह का टर्चर उसको सिर्फ कर रहे हैं, कमेंट पास कर रहे हैं एंड अभी तक वो तो चोरी किए नहीं है मतलब, बट जिस तरह से कुछ जो भी सारे काम करते हैं उसे लग रहा है कि वो भी
अच्छा मतलब हाथ सफाई में अच्छा होंगे, बट अनियन है ना उनका खौफ बहुत ज़्यादा है। एंड वी हैव सीन दैट वो कितने कमाल तरीके से कितना स्मूथली वो चोरी करके गए थे। सो आई थिंक उसके वजह से अभी इसको सफ़र होना पड़ रहा है। सो लेट्स सी आगे कहानी में क्या कुछ होता है। एंड ये जो न्यू एसआई है आई थिंक थोड़ा समझ रहा है बात को। एंड होप यू लाइक वीडियो एंड इफ यू हियर फॉर द फर्स्ट टाइम डोंट फॉरगेट लाइक एंड सब्सक्राइब माय चैनल। फिर मुलाकात होगी किसी रिएक्शन वीडियो के साथ, तब तक बाय बाय।